ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റിൽ അതിൽ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡിസൈന്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിൽ 3 ഡീകോഡേഴ്സാണ് ഉള്ളത്. ഇതൊരു സാമ്പിൾ ഡയഗ്രാം പോലെയാണ് കേട്ടോ. ഇതിൽ 3x8 ഡീകോഡർ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഡീകോഡറിൽ 3 ഇൻപുട്സും 8 ഔട്ട്പുട്ടും വരുന്ന മാതിരത്തെ ഒരു ഡീകോഡറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലാണ്ട് ഇതിൻ്റെ പ്രോസസ്സൊക്കെ എന്താ പറയുക, സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റോറിങ് അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ആ എക്സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇതിൽ F1 വരുന്ന 101 എന്നുള്ള പ്രോസസ്സിൽ എന്താ പറയുക, DRന്ന് ARലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു DRTAR ആ പ്രോസസ്സും, അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ള AR ടെൻസ് ടു PC, അതായത് PCTAR, ഈ പ്രോസസ്സുമാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. അത് എന്താ പറയുക, ഡീകോഡറിൻ്റെ 5th ലൈൻ ഔട്ട്പുട്ട് ലൈനായിട്ടുള്ള 5th ലൈൻ ഔട്ട്പുട്ട് ലൈനിൽ കൂടെ ഡാറ്റ ട്രാൻസ്ഫർ, അതായത് DRTAR എന്നുള്ള ട്രാൻസ്ഫർ ചെയ്യാണ്. അത് മൾട്ടിപ്ലക്സറിൽ നിന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. DRൻ്റെ ഇൻഫർമേഷൻ 0 to 10 വരെയുള്ള ബിറ്റ്സാണ്. ആ ഇൻഫർമേഷൻ മൾട്ടിപ്ലക്സറിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ്. മൾട്ടിപ്ലക്സറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് അത് ARലേക്ക് പാസ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിനേക്കാളും കൂടുതൽ ലോജിക് സർക്യൂട്ട്സാണ് യൂസ് ചെയ്യുക. ആൻഡ്, ഓർ, നോട്ട്, അങ്ങനെ ലോജിക് സർക്യൂട്ട്സും കോമ്പിനേഷണൽ സർക്യൂട്ട്സും മതി ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, അങ്ങനത്തെ അതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ARുമായിട്ട് ഓരോ സൈക്കിളായിട്ടാണ്, ക്ലോക്ക് പൾസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ARുമായിട്ട് ആര് കണക്റ്റ് ആയിരിക്കും? ARുമായിട്ട് അക്യുമുലേറ്റർ കണക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഓപ്പറേഷൻസ്, ആഡ് ഓപ്പറേഷനൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഡീകോഡറിൻ്റെ ഫസ്റ്റ് ലൈനുമായിട്ട് ആഡിൻ്റെ ഓപ്പറേഷനും വേറൊരു ഡീകോഡറിൻ്റെ 3rd ലൈനുമായിട്ട് ആൻഡിൻ്റെ ഓപ്പറേഷനും ചെയ്തിട്ടുണ്ട്. അത് അരിത്തമെറ്റിക്കൽ ലോജിക് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അക്യുമുലേറ്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ ലോഡ് എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അല്ല, ബ്ലോക്ക് ഡയഗ്രാം പോലെ വരുന്നത്. അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ F1 എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. എന്താണ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ നോക്കാം. ഓക്കെ, മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനേഷനോട് കൊടുത്തിട്ടുണ്ട്. ബേസിക് കോമ്പണൻറ്റ് ഓഫ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ യൂണിറ്റ് ആർ ദ കൺട്രോൾ മെമ്മറി ആൻഡ് ദ കൺട്രോൾ ദാറ്റ് സെലക്ട്സ് ദി നെക്സ്റ്റ് അഡ്രസ്. ദ അഡ്രസ് സെലക്ഷൻ പാർട്ട് ഈസ് കാൾഡ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. നമ്മൾ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കൺട്രോൾ മെമ്മറിയുടെ ബേസിക് പാർട്ടാണ് കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് അഡ്രസ് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ആ അഡ്രസ് സെലക്ടിങ് പാർട്ടിനെയാണ് നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറയുന്നത്. അത് ഡിജിറ്റൽ ഫങ്ഷൻസ് വെച്ചിട്ടാണ്, ഓരോ പർട്ടിക്കുലർ ആപ്ലിക്കേഷനും ഡിജിറ്റൽ ഫങ്ഷൻസ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി, മൈക്രോ പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ചിലാണ് ഇതിൻ്റെ ആക്സെപ്റ്റബിലിറ്റി കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് അഡ്രസ് ടു കൺട്രോൾ മെമ്മറി. ആ സീക്വൻസർ ഈസ് ടു പ്രസൻറ്റ് ആൻ അഡ്രസ് ടു കൺട്രോൾ മെമ്മറിയുടെ അകത്തേക്കൊരു അഡ്രസ്സ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കാരണം എന്താണ്, വേഗത്തിൽ ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ വേഗത്തിൽ റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രസൻറ്റ് ആൻ അഡ്രസ് ടു ദി കൺട്രോൾ മെമ്മറി. വൈ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ഷൻസ് മേ റീഡ് ആൻഡ് എക്സിക്യൂട്ട് വളരെ ഫാസ്റ്റ്ലി എന്ന് പറയാം. ഈ സീക്വൻസർ നെക്സ്റ്റ് ലോജിക്കൽ അഡ്രസ്സ്
എന്താ പറയുക സ്പെസിഫൈ ചെയ്തിട്ട് അത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്നാണ് അത് നമ്മൾ ലൂപ്പിംഗ്, സബ് റൂട്ടീൻ കോൾസ് അതൊക്കെ വഴിയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നടക്കുന്ന മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ് റൂട്ടീൻ, അതുമാതിരി ലോഡ് ആൻഡ് എക്സ്റ്റേണൽ അഡ്രസ്സ്, പുഷ് പോപ്പ്, സ്റ്റാക്കിലെ പുഷും പോപ്പ് ഓപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇൻക്രിമെൻറ്റ്, ബ്രാഞ്ച് ഓർ ജമ്പ് കോൾ, ഈ ഓപ്പറേഷൻസൊക്കെയാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ 2 മൾട്ടിപ്ലക്സേഴ്സാണ് അവർ യൂസ് ചെയ്യുക, മൾട്ടിപ്ലക്സർ 1ഉം മൾട്ടിപ്ലക്സർ 2ഉം. ഇത് ഒരു സാമ്പിൾ ബ്ലോക്ക് ഡയഗ്രാമാണ്, ഇതല്ല എക്സാക്ട് ഡയഗ്രാം. അത് നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ സാധിക്കില്ല, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഡയഗ്രാംസാണ് വരിക. ഈ മൾട്ടിപ്ലക്സർ 1ഉം 2ഉം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഇൻപുട്ട് ലൈൻസിനകത്ത് നമ്മൾ I0, I1, T എന്ന് പറഞ്ഞ 3 ലൈൻസാണ് കൊടുക്കുക. 2 ഇൻപുട്ടും T എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാനാണ്. 0 ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും T എന്നുള്ളത് 1 ആണെങ്കിൽ മാത്രം റിസൾട്ട് കാൽക്കുലേഷൻ നടന്നിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ അത് ടീന് മാത്രമല്ല I1, I2നെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുക. പക്ഷേ T എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, T എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ചെക്കിംഗ് ആണ്, BR എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഇൻപുട്ട്സ് I0, I1, T എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഔട്ട്പുട്ട് ലൈൻസ് നമ്മൾ പറഞ്ഞ S0, S1, L ആണ്. L എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യും, ഒന്നില്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ലോജിക് യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്ററിനകത്തേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇവിടെ ഈ ഡയഗ്രാം പ്രകാരം ഇതുവരെ സ്റ്റോർ ചെയ്യുന്നത് സബ് റൂട്ടീൻ രജിസ്റ്ററിനകത്തേക്കാണ് എല്ലാ സ്റ്റോറിങ്ങും അവർ ചെയ്യണത്. കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ സബ് റൂട്ടീൻ രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യും, ലോഡ് ചെയ്യുകയാണ് ചെയ്യണത്. ഇത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ്, CAR എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ തന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ട്രൂത്ത് ടേബിൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതായത് ഇവിടെ നടക്കുന്ന ഓപ്പറേഷന് S1ന് റിസൾട്ട് I1 എന്നുള്ളതാണ് അവർ കൊടുത്തേക്കുക. I1 എന്നുള്ളത് 1 ആണെങ്കിൽ S1 എന്നുള്ളതിന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. S0 എന്നുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി I1 ആൻഡ് ഓപ്പറേഷനാണ് I0 പ്ലസ് I1-T. അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരായിട്ടൊരു സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തിരിക്കുകയാണ്. അതേപോലെ ലോഡ് ചെയ്യണമെങ്കിൽ നടക്കുന്ന ഓപ്പറേഷനാണ് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ടൊരു സർക്യൂട്ട് ഡയഗ്രാം, ആ സർക്യൂട്ട് ഡയഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഈ ട്രൂത്ത് ടേബിൾ വരച്ചിരിക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പിനേക്കാളും ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സും ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് സീരീസ് ആയിട്ടുള്ള ഹാഫ് ആഡർ സർക്യൂട്ട്സ്, ഇതൊക്കെയാണ്. ഔട്ട്പുട്ട് ക്യാരി വരുന്നതും ഒക്കെ കണക്കാക്കിക്കൊണ്ട് നമ്മൾ ആഡേഴ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്.